ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാം. നമ്മൾ സ്വന്തം കണ്ണൂർക്കാരെ സ്വകാര്യ സ്വത്തായ പറശ്ശിനിക്കടവിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പറശ്ശിനിൻ്റെ ഉള്ളിലെത്താൻ. അല്ലാണ്ട് ഓട്ടോയിൽ പോകുന്നവർക്കാണെങ്കിൽ, വണ്ടിയെടുത്ത് പോകുന്നവർക്കാണെങ്കിൽ അപ്പുറത്തേക്കൂടെ റോഡുണ്ട്, ഡയറക്റ്റ് ഉള്ളിലേക്ക് വരാം. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിന്ന് ബസ്സിലാണ് വന്നതിന്. സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ചുറ്റിലും ചന്തകളാണ്. എൻ്റെ ദൈവമേ, നമ്മളെ കണ്ണിങ്ങനെ എടുക്കാൻ തോന്നില്ല, അത്രമാത്രം ചന്തകളാണ്. പിന്നെ ഇവിടെയുള്ള പട്ടികൾ നമുക്ക് അറിയുന്ന കാര്യമല്ലേ, ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ്. അവർ കഴിച്ചിട്ട് ഇവിടെ വേറെ ആരും ഇല്ലു. ഇതാ കാണുന്നതാണ് പറശ്ശിനിക്കടവിൻ്റെ കവാടം. അതിനുള്ളിലേ വേണം നമുക്ക് അതിനകത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. കാലൊക്കെ കഴുകിയിട്ടാണ് എപ്പോഴും തൊഴാൻ നമ്മൾ കയറൽ. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഓൾമോസ്റ്റ് നല്ല എല്ലാവരും അങ്ങനെ ചെയ്യൽ. അങ്ങനെ നമ്മൾ തൊഴുത് പ്രസാദമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ നിന്ന് ചോറൊക്കെ കഴിച്ച്, ചോറിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, അത്രക്കും ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർക്കൊരു ആഗ്രഹം, എങ്ങനെയെങ്കിലും ഒന്ന് ബോട്ടിലെല്ലാം കറങ്ങി വരണം എന്ന്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോയി. ബോട്ടിൽ കയറുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇഞ്ചുടുവിൻ്റെ പൊന്നൂസിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ബോട്ട് യാത്ര എന്ന് പറയുന്നത്. നമ്മളിതാ ഇപ്പുറം ഞാൻ വീഡിയോ എടുക്കുന്ന ആ സൈഡില്ല, ഈ സൈഡിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിന്. ഇത് കണ്ട പറശ്ശിനിക്കടവിൻ്റെ വ്യൂ ആണിത്. നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുക്കും, വെള്ളത്തിൽ നല്ല പുഴയിൽ നിന്ന് എടുക്കുമ്പോൾ വ്യൂ അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ ഫുൾ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കുറേ ആൾക്കാർ ഫോണിലായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ഇത് തന്നെ പണി, ആടിയോടിയും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കൽ. അങ്ങനെ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പിള്ളേരെല്ലാം ആദ്യമായിട്ടായിരിക്കില്ലേ കയറുന്നത്, അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ് പിള്ളേർക്കും ഉണ്ടായിനെ. അങ്ങനെ നമ്മൾ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് ദൂരം അങ്ങ് പോയി ഈ തിരിച്ചു വരുന്ന കാഴ്ച കാണുന്നത്. ഈ കാണുന്ന ബോട്ടിൽ ഇത് ഫാമിലി ബോട്ടാണ് കേട്ടോ. അതിനെന്തോ 500 എങ്ങാണ്ടാണ്. അത് അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ ബോട്ടിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ 50 രൂപേൻ്റെ ടിക്കറ്റാണ് മുറിച്ചതിന് 2 എണ്ണം. 4 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് മാത്രമേ ടിക്കറ്റ് വേണ്ടൂ, 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടവ്. നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് നമ്മളെ മുത്തപ്പൻ്റെ പറശ്ശിനിക്കടവ്. ഇത് പുഴയിൽ നിന്ന് എടുക്കുമ്പോഴുള്ള വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനമായിരിക്കും. നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് വരുമ്പം. പിന്നെ ഇറങ്ങാൻ സമയത്ത് ഇഞ്ചുടും പൊന്നൂസിൻ്റെയും വക 2 സ്റ്റെപ്പ് നമുക്ക് എവിടെ പോയാലുള്ളതാണ്. 2 സ്റ്റെപ്പ് ഇടണം ഇങ്ങനെ, തോലുബാജേലല്ല. അങ്ങനെ നമ്മൾ 2 സ്റ്റെപ്പെല്ലിട്ട് പിന്നെ ചന്തയിലോട്ടേക്കായി. ഈ കുപ്പികളെ കണ്ടപ്പോൾ ഞാനില്ല, അവിടെ സ്റ്റക്കായിപ്പോയി. നോക്ക് നിങ്ങൾ, എന്തോരം കളക്ഷനാണ് നോക്കി. എൻ്റെ ദൈവമേ, എന്തെടുക്കണം എന്നറിയില്ല. കുപ്പികൾ അത്രക്കും കളക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതും ഇതൊക്കെ വാങ്ങി പിന്നെ തിരിച്ച് വരുമ്പം നമ്മൾ സ്നേക്ക് പാർക്കിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കോമഡിയാണ്. എന്തിനെന്നറിയാം, കുറേ ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിപ്പാണ് അവിടെ. ഇതെല്ലാം കാണുന്നില്ലേ നിങ്ങൾ, എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളാകെ ഇതിനെ പറയും ഇങ്ങനെ ചൂട്ടാത്, കളറുള്ള മീൻ, അങ്ങനെയല്ലേ നമ്മൾ പറയലില്ലു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പേരൊന്നും നമ്മളതിനെ പറയലില്ല. നിറയെ ഈ മീനിനെ കാണുമ്പോൾ എനിക്ക് ഏതാണ് നമ്മളൊരു സിനിമ നടൻ ഇങ്ങനെ 1 2 കൊള്ളാം അങ്ങനെ പറയുന്ന സിനിമ നടൻ, അവരെയാണ് എനിക്ക് ഓർമ്മ വരില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം നമുക്ക് അറിയുന്ന മീനുകൾ. ഇതെല്ലാം ആ മീനിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. അതിൻ്റെ അടിയിൽ പേരുണ്ട്, ഞാനതൊന്നും വായിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കുറേ ഓൾമോസ്റ്റ് ഇത് ചുറ്റി അപ്പുറം വരുന്നത് വരും കുറേ മീൻ. ഈ മീനെ കണ്ട, ഈ നീളം വെച്ച മീൻ, ഇതിന് നമ്മുടെ നാട്ടിൽ കൈച്ചൽ എന്ന് പറയും. നമ്മളെ വയലിലൊക്കെ കണ്ടത്തിലൊക്കെ കിട്ടുന്ന മീനാണ് ഇത്, കൈച്ചൽ എന്ന് പറയുന്ന മീൻ. അതിനൊക്കെ പിടിച്ച് വരെ കിട്ടിയിട്ടുണ്ട്. എന്തിനാണോ ഇത് നോക്ക്, ഈ മീൻ ഈ കടുവേനെ കണക്കുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയോ മാരൊക്കെ ചുരണ്ടി തിന്നുന്നുണ്ട്. ഇത് പിന്നെ മൊത്തം മഞ്ഞ കളറുള്ള മീനായിരുന്നു. പിന്നെ ഞാൻ പറയുന്നില്ല, അങ്ങോട്ടേക്ക് മൊത്തം മീനുകളാണ്. അതിന് നമുക്കൊന്ന് ഓടിച്ചത്. ഇതിന് മുഷു എന്നാണ് പറയില്ല, നിങ്ങൾ മുഷു എന്ന് തന്നെ പറയൽ. നമ്മളിതിനെന്തോ ആഫ്രിക്കൻ മുഷു അങ്ങനെ എന്തോ പറയുക ആ മീനിനാ. അത് കഴിഞ്ഞതാ ഈ ചില്ലുകൂട്ടിലിട്ട് കുറേ മൃഗങ്ങളാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് മൃഗങ്ങളുണ്ട്. നിങ്ങളിതെല്ലാം നോക്കേ, ഞാനൊന്ന് സ്പീഡിൽ കാണിച്ചു തരാം. മങ്കീസിനെല്ലാം നമ്മൾ കുറേ കാണുന്നതല്ല, അതുകൊണ്ട് നമുക്ക് വേഗം പോവാം. പക്ഷെ പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അവരിതൊന്നും കാണുന്നില്ല, ലെമൂനൊന്നും കാണുന്നില്ല. എൻ്റെ മോള് പറയാം, വലിയ കോഴി അതാമ്മേ, വലിയ കോഴി. ഞാൻ പറഞ്ഞു, അത് വലിയ കോഴിയല്ല, അതാണ് ഈ എമ്മു. അപ്പം എൻ്റെ അനിയത്തി പറയാം, അല്ല അത് ഒട്ടകപ്പക്ഷിയാണെന്ന്. അങ്ങനെ കുറേ കോമഡി ആയിരുന്നു. ഇതൊക്കെ മയിൽ, എന്തിനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് 2 മയിലുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പാമ്പുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. തപ്പി പിടിക്കണം നമ്മൾ, പാമ്പുകൾ എവിടെയാണെന്ന്. ഇതിന് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് നമ്മൾ ഇഗ്വാന. ഇതിനെ കണ്ടപ്പോൾ എൻ്റെ അനിയത്തി പറയും, ഇതാണ് ഊന്ത്. ഞാൻ നല്ല മുള, അത് ഇഗ്വാനയാണ്. പിന്നെ കുറേ മുതലകളായിരുന്നു. വായി പൊളിച്ച് നിൽക്കുന്ന മുതലയുണ്ട്, വെള്ളത്തിൽ കടന്ന് ആസ്വദിക്കുന്ന മുതലകളുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളെ കാണുമ്പം ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് അങ്ങനെ
വിടർത്തി വിടർത്തി വരുവേനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒച്ച കേൾക്കുന്നതുകൊണ്ടാണെന്നോ അറിയില്ല, അതിങ്ങനെ നമ്മളടുത്തേക്ക് തന്നെ കുറേ എണ്ണം, ഒന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ കാണുന്നില്ലേ നമ്മളടുത്തേക്ക് വരുമോ. അത് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ദൈവം ഇത് ഇങ്ങനെ എങ്ങനെ നമ്മളങ്ങനെ മനസ്സിലാവുമോ. ഒന്നാമത് നമ്മൾ ചില്ലിന് ഇപ്പറല്ലേ, അവർക്ക് അങ്ങനെയല്ല നമ്മളെ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുവിധം എല്ലാ മൂർഖന്മാർ നമുക്ക് നേരെ തന്നെ വരുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അപ്പുറമുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കുറേ മൂർഖന്മാർ. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞ് 2 ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് തീർന്ന്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ യാത്ര. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു.